കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ നമുക്ക് അല്പസമയം ഇന്ന് രാത്രി വേർതിരിക്കാം. ദൈവവചനത്തിൻ്റെ ചിന്ത അത് വായിക്കുന്നവർക്ക് വേഗത്തിൽ പ്രയോജനം ചെയ്യും. നമ്മുടെ പേഴ്സണൽ ഡിവോഷൻ അഥവാ വ്യക്തിപരമായ ധ്യാനം വചനത്തിൽ ഉണ്ട് എങ്കിൽ ദൈവവചനം അത് ഓർപ്പിച്ച് ഉണർത്തുമ്പോൾ നമുക്കത് കൂടുതൽ പ്രയോജനമായി തീരും. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ അതിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായ ആലോചനയായി ലഭിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തെ തന്നെ പുകഴ്ത്തി ദൈവവചനം എഴുതിയിരിക്കുന്നതാണ് ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം, അല്ലേ? 119 സങ്കീർത്തനം, 8 വാക്യങ്ങൾ വീതമുള്ള ആ 22 ഖണ്ഡികകളെ നിങ്ങൾ നോക്ക്. അതിനകത്തെ എല്ലാ വാക്യത്തിലും ദൈവവചനം എന്നൊരു പദം കാണാം. എല്ലാറ്റിനകത്തും ദൈവവചനമെന്നോ തിരുവെഴുത്തെന്നോ ചട്ടങ്ങളെന്നോ പ്രമാണങ്ങളെന്നോ എന്തെങ്കിലും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, എബ്രായ ഭാഷയിലെ ഓരോ അക്ഷരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ആലെഫ്, ബേത്ത്, ഗീമൽ തുടങ്ങി ദാലത്ത്, തൗ വരെയുള്ളത്. ആ അക്ഷരമാലയിൽ ഓരോ അക്ഷരത്തിൽ തുടങ്ങുന്ന ഈ ആലെഫിൽ തുടങ്ങുന്ന 8 വാക്യം എഴുതി. എന്തിനെക്കുറിച്ച്? ദൈവവചനത്തെക്കുറിച്ച്. അടുത്ത ബേത്തിൽ തുടങ്ങുന്ന 8 വാക്യങ്ങൾ എഴുതി. അങ്ങനെ എഴുതി 22 അക്ഷരങ്ങൾ കൊണ്ടും ഒരു കാവ്യം തീർത്തതാണ് 119 സങ്കീർത്തനം. അതുകൊണ്ട് അതത്രയും വലുതായി പോയത്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന അതിനകത്തെ ചില വാക്യങ്ങളൊക്കെ നമുക്ക് കാണാതെ അറിയാമല്ലോ. വചനത്തെ സ്നേഹിപ്പാൻ തയ്യാറായാൽ നമുക്കത് അനുഗ്രഹമായി തന്നെ തീരും. ഞാൻ ഓർത്തിട്ടുള്ളൊരു മനുഷ്യനുണ്ട്, പുതിയ നിയമത്തിലെ ആദ്യ വിശ്വാസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ക്രൂശിലെ കള്ളൻ, അല്ലേ? യേശു മരിച്ചു കഴിഞ്ഞാണ് അവൻ മരിച്ചത്. കാല് തല്ലി ഓടിച്ചാണ് കൊന്നത്, അല്ലേ? കാലിൻ്റെ മുട്ടൊക്കെ. യേശുവിനെ ആ വിധത്തിൽ കൊല്ലുവാനായി അവിടേക്ക് ചെല്ലുമ്പോൾ മരണം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നൊരു കാരണം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദൈർഘ്യം വളരെ കുറവുണ്ടായിരുന്നൊരു മനുഷ്യനാണ് ആ വ്യക്തി. വളരെ ചുരുങ്ങി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നേ പലരും സ്വർഗ്ഗത്തിൽ എത്തിയേനെ, അല്ലേ? ഓക്കെ, ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമായി കിടക്കുന്ന ആ മാംസപിണ്ഡത്തെ നോക്കിയ ആ മനുഷ്യനിത് പറയുന്നതെന്ന് ഓർക്കണം. അവിടെ നിൽക്കുന്ന മഹാപുരോഹിതന്മാർക്കത് തിരിഞ്ഞിട്ടില്ല, ശാസ്ത്രിമാർക്കത് മനസ്സിലായിട്ടില്ല. ഒരുപാട് മിടുക്കന്മാരവിടെ ഉണ്ട്. അവർക്കാർക്കും തിരിയാത്തത് ഈ മനുഷ്യന് മനസ്സിലായി. എന്ത്? ഇവൻ മശിഹയാണ്, അകൃത്യമൊന്നും ചെയ്യാതെയാണ് മരിക്കുന്നത്, നമുക്ക് വേണ്ടി യാഗമാകുകയാണ്. ഇവൻ ഇന്ന് മരിച്ചാൽ അവൻ ഉയരത്തിലേക്ക് പോയിട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അന്ന് രാജാവായി നീ വരുമ്പം എന്നെ കൂടെ. അത്രയും വചനം ഉണ്ടായിരുന്ന കള്ളനാ. കള്ളനാണേലും കുറച്ച് ഭേദമുള്ള കള്ളനല്ലേ? ദൈവവചനം നമുക്ക് അറിയാമല്ലോ, മഹാപുരോഹിതൻ അടക്കമുള്ള ദേവാലയത്തെക്കാൾ ഭേദമാണ്. കാരണം അത് കള്ളന്മാരുടെ ഗുഹയാണ്. ഇത് പിന്നെ ഒരെണ്ണമല്ലേ, അതുകൊണ്ട് കുറച്ചുകൂടെ ഭേദം കാണുമായിരിക്കാം. നോക്കൂ, കർത്താവിൻ്റെ വചനം അകത്തുണ്ടെങ്കിൽ അതെങ്ങനെങ്കിലും ക്രിയ ചെയ്യും. അതിന് നാം ഒന്ന് ഈൽഡ് ചെയ്ത് കൊടുത്താൽ അത് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. അതിനോട് മറുതളിക്കുന്നവർക്ക് പിന്നെയും നശിക്കാം. പക്ഷേ ആ മനുഷ്യൻ അതിനെ സാധകാത്മകമായി എടുത്തു, പോസിറ്റീവായിട്ട്. അതുകൊണ്ട് അത് ആ മനുഷ്യൻ ഇന്നും ഇവിടെ പ്രസംഗിക്കപ്പെടുവാൻ കാരണമായി, അല്ലേ? നോക്കൂ, ഒരു വചനത്തിൻ്റെ ശക്തിക്ക് കീഴ്പ്പെടുവാൻ തയ്യാറായാൽ അവൻ എക്കാലവും അനുഗ്രഹിക്കപ്പെടും. ഞാൻ പറയട്ടെ, ഞാനും ഈ പുസ്തകം എടുത്തിറങ്ങുവാൻ ദൈവം എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോണിൽ നശിച്ച ഒരു ജീവിതമായി കിടക്കുമായിരുന്നു. നമ്മളൊക്കെ പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. നോക്കുക, കർത്താവ് അവൻ്റെ വചനത്താൽ നമ്മെ നടത്തുന്നതോർത്താൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജീവനുള്ള ശബ്ദം കൊണ്ട് നമ്മെ നടത്തുന്നു എന്നത് എത്ര വിലപ്പെട്ട ഒരു കൺസേണാണ്. ദൈവത്തിന് നമ്മോടുള്ള കരുതൽ അത് എത്ര വലിയതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായി ദൈവസന്നിധിയിൽ നമുക്ക് ആ വചനത്തെ സ്നേഹിപ്പാൻ കഴിയട്ടെ. ഈ രാത്രിയിൽ അല്പസമയം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 2:22. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ആലോചനയിൽ വലിയവനാണ് അവിടുന്ന് എന്നതിനാൽ ഇന്ന് രാത്രിയിലും നിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ, അതനുസരിപ്പാൻ തക്കമുള്ള കൃപയോടെ ഞങ്ങളത് സ്വീകരിപ്പാൻ ഈ രാത്രി നിൻ്റെ വചനത്താൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
തിരുസന്നിധിയിലേക്ക് ശുശ്രൂഷയെ ഏൽപ്പിക്കുന്നു, ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ. സുവിശേഷങ്ങൾ നമുക്ക് പരിചിതമായൊരു പുസ്തകമാണ്. ഏറ്റവും എളുപ്പമായി വായിക്കാൻ കഴിയുന്നതും അതിലുള്ളതിൽ ഏറ്റവും ചെറിയ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. ആദ്യം എഴുതപ്പെട്ടതായിരിക്കണം. ഏതായാലും ഒരു കാര്യം അറിയാം, സുവിശേഷങ്ങളിലെ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ഏത് കുട്ടിക്കും വേഗത്തിൽ മനസ്സിലാകുമാറ് ലളിതമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാം പുതിയ നിയമ കാലഘട്ടത്തിൽ നടന്നവയല്ല എന്ന് നമുക്കറിയാം. എല്ലാം എന്ന് പറഞ്ഞാൽ 99% പുതിയ നിയമ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ അല്ല. പറയുന്നത് ശ്രദ്ധിക്കണേ, അവസാനം അബദ്ധം പറഞ്ഞു എന്ന് വരുത്തി തീർക്കരുത്. പുതിയ നിയമം സ്ഥാപിതമാകുന്നത് എപ്പോഴാ? ഇതാ എൻ്റെ രക്തത്തിൻ പുതിയ നിയമം. അതെവിടെയാണ് സ്ഥാപിതമായത്? കാൽവറി ക്രൂശിൽ താൻ തൻ്റെ രക്തത്തെ ഒഴുക്കിയപ്പോഴാണ് സ്ഥാപിതമാകുന്നത്. അങ്ങനാണെങ്കിൽ സുവിശേഷങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ 90% എപ്പോൾ നടന്നതാ? ഈ രക്തം ഒഴിക്കപ്പെടുന്നതിന് മുമ്പ് നടന്നതാ. അന്ന് നിലവിലുള്ള നിയമം ഏതായിരുന്നു? പഴയ നിയമം. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിൻ്റെ റെലവൻസ് നിലനിൽക്കുന്ന കാലത്ത് സംഭവിച്ച വിഷയങ്ങളാണ് ഏതിലുള്ളത്? സുവിശേഷങ്ങളിലുള്ളത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പ് സംഭവിച്ചവ എന്നതിനാൽ അന്നുണ്ടായിരുന്ന നിയമം പഴയ നിയമമാണ്. റോമർ 10:4 വായിച്ചാൽ നമുക്കറിയാം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കേണ്ടതിന് യേശുക്രിസ്തു, വായിക്കാൻ വേണമെങ്കിൽ റോമർ 10:4 കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു അപ്പോൾ ക്രിസ്തു യാഗമാകുന്നത് കൊണ്ടാണ് ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് എന്നതിനാൽ ഈ കാലഘട്ടം അത്രയും ഏത് കാലഘട്ടത്തിൻ്റെ വിഷയമാണ്? പഴയ നിയമ ന്യായപ്രമാണ കാലഘട്ടത്തിൻ്റെ നിയമവ്യവസ്ഥിതിക്ക് കീഴിലാണ് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടങ്ങളും ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് കാലസമ്പൂർണത വന്നപ്പോൾ ഗലാത്യർ 4:4 അല്ലേ, ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായിട്ട് ന്യായപ്രമാണത്തിൻ്റെ കീഴെ നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്താലാണ് ന്യായപ്രമാണത്താൽ ഉള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് പുത്രത്വം തുടങ്ങിയതെന്നതിനാൽ ആ കാലഘട്ടം സുവിശേഷത്തിലെ പ്രതിപാദ്യ കാലഘട്ടം അത്രയും പഴയ നിയമ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സൗഖ്യമായവരോട് കർത്താവ് പറഞ്ഞു, നീ പോയി പുരോഹിതന് നിന്നെ തന്നെ. നമുക്കിന്ന് അതൊന്നും ആവശ്യമുള്ള കാര്യമല്ല, കാരണം അന്ന് അത് ആവശ്യമുള്ള ഘടകമായിരുന്നു. കുറുപ്രാവിനെ യാഗം കഴിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള പലതും ആ കാലഘട്ടത്തിലെ നിയമത്തിൻ്റെ വ്യവസ്ഥിതിക്ക് ആവശ്യമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടം അപ്രകാരമല്ല എന്നതിനാൽ അതിൻ്റെ പൂർത്തീകരണം നാം ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതിനെ ആ വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പലരും ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിൻ്റെ മറുപടിയാണിത്. കർത്താവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരുമൊക്കെ ഉപവസിക്കുക പതിവായിരുന്നു, അതുകൊണ്ട് അവർ വന്ന് ചോദിച്ചു, ഞങ്ങളൊക്കെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ന്യായമായ വിധത്തിലും അന്വേഷണ ബുദ്ധിയോടും ചോദിച്ചപ്പോൾ കർത്താവ് അതിനെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. കുരുട്ട് ചോദ്യവുമായി വന്നാൽ അതിന് തക്ക മറുപടിയും കർത്താവ് കൊടുത്തു വിട്ടിട്ടുണ്ട്. യോഹന്നാൻ്റെ അധികാരത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് അവരെ വഴിമുട്ടിച്ച് വിട്ട ചരിത്രവും നമുക്കറിയാം. കാരണം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി കർത്താവ് ആ വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തികൾ ചോദിക്കുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് ശിഷ്യന്മാരും നീ ഒന്നും ഉപവസിക്കുന്നില്ല? കർത്താവ് അതിന് കൊടുത്ത മറുപടിയാണ് നാം വായിച്ച വാക്യം. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല, വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്രേ പകർന്നു വെക്കേണ്ടത്. ചോദിച്ചാൽ മറുപടി അത്ര വ്യക്തമാണോ എന്ന് തോന്നുകയില്ല, എങ്കിലും വളരെ ആധികാരികമായൊരു മറുപടി കർത്താവ് നൽകുന്നുണ്ട്. ഉപവാസം എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു യജ്ഞമായി മാറിയിട്ടുണ്ട്. ചിലർക്കെങ്കിലും നോട്ടീസുകളോ ബാനറുകളോ ഫ്ലെക്സ് ബോർഡുകളോ ഒക്കെ വെച്ച് ദീർഘ ദിവസങ്ങൾ ഉപവാസ പ്രഖ്യാപനം നടത്തി അതുകൊണ്ട്
ഒരു വരുമാനമാർഗമാക്കിയ പുള്ളികളും ഇല്ലാതില്ല. ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ആ വിധത്തിൽ ഇതിനെയൊക്കെ ഒരു വരുമാന സ്രോതസ്സാക്കിയോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ട്രാൻസിൽ കൊണ്ടുവന്നെത്തിച്ച് ജനത്തെ ഒരു എക്സ്റ്റസിയിൽ ആനന്ദിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു വല്ലായ്മ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് എന്നത് മറക്കാനോ എതിർക്കാനോ കഴിയുന്നില്ല. സത്യമാണത്. കാരണം ഉപവാസത്തെക്കുറിച്ച് വികലമായ കുറേ ചിന്തകളുണ്ട്. അതുകൊണ്ട് ഈ രാത്രി അതിനെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവമക്കളുടെ ഉപവാസത്തിൻ്റെ പ്രസക്തി എന്ത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ദൈവ പൈതലും ഉപവസിപ്പാനും അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാനും ഒക്കെ അനുഭവങ്ങളുള്ളവരാണ്, ഇല്ലെന്ന് നാം പറയുന്നില്ല. എന്നാൽ നമ്മൾ ഓർക്കുക, നമ്മളൊരു ദീർഘകാല ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ, ഒരു വലിയ ആളുകൾ നീണ്ട ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ഫലിക്കാത്തത് ഈ ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ദൈവം നൽകി തരുന്നു എന്നതിനെ നമ്മുടെ പ്രാർത്ഥനയുടെ ആ വല്ലാത്ത ഡെൻസിറ്റി കൂട്ടിയത് കൊണ്ടാണ് എന്ന് കരുതിയാൽ ഇവിടെ മാനസാന്തരപ്പെടുന്നത് ഞാനല്ല, ദൈവമാണെന്ന് വരും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സെക്രട്ടേറിയറ്റ് പഠിക്കൽ ജാനു ഇരിക്കുമ്പോൾ അവളുടെ വിഷയങ്ങൾക്ക് ഗവൺമെൻറ് ഫ്ലെക്സിബിൾ ആകുന്നത് പോലെ ഞാൻ ദൈവസന്നിധിയിൽ പോയിരുന്ന് മല്ല് പിടിക്കുമ്പോൾ കർത്താവ് മാനസാന്തരപ്പെടുന്നു എന്ന് വന്നാൽ ആ ദൈവം ദൈവമാണെന്ന് വരികയില്ല. ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ. അഥവാ ഞാൻ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. പണ്ടാര പറഞ്ഞ പോലെ നന്നാകാൻ പിശാച് പറഞ്ഞാലും നന്നായിക്കൂടെ, നന്നായി പോരെ. ഓക്കെ. അപ്പോൾ ആത്മീക വിഷയങ്ങളിൽ വചനാധിഷ്ഠിതമായത് കണ്ടെത്തി അതിൽ ഉറയ്ക്കാതെ വന്നാൽ നാം പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്നുപെടും. അതുകൊണ്ട് ദൈവത്തെ മാനസാന്തരപ്പെടുത്തുന്ന പിടിച്ചു വെച്ച പ്രാർത്ഥനയും ഉപവാസവും ഒന്നും വചനാധിഷ്ഠിതമാണെന്ന് പറയാനാവില്ല. ആരെ പിടിച്ചു വെക്കുന്ന? സർവശക്തനെയോ? പണ്ട് കപ്പ്യാർ അച്ഛനോട് പറഞ്ഞ പോലെ അച്ഛന് സൗകര്യമുണ്ട് എൻ്റെ കൂടെ നിന്നാൽ മതി. ദൈവത്തെ നമ്മൾ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാൻ? ആത്മീകനെ പിടിച്ചു വെക്കാവുന്ന ഒരു വ്യക്തിത്വമാണോ നമ്മുടെ കർത്താവ്? നെവർ. അങ്ങനെ ആ സില്ലിയാക്കാവുന്ന ഒന്നാണോ ഇത്? ദൈവത്തെ പരിമിതപ്പെടുത്തിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു യജ്ഞം കൊണ്ട് ദൈവത്തെ പ്രവർത്തിപ്പിക്കാനാകുന്ന ഒരു പ്രത്യേക മോഡ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ദൈവം ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റേ മാറിപ്പോവില്ലേ? നമ്മളൊരു പ്രവൃത്തി നടത്തുന്നു, നമ്മളൊരു യജ്ഞം നടത്തുന്നു, നമ്മൾ ആ പ്രവൃത്തിയിൽ ദൈവത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി തീർക്കുന്നു. ഇല്ല. ഈ വിഷയം തീരുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയട്ടെ, പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മതി, ബാക്കി സ്വന്തം പഠിക്കാം. പഠിക്കേണ്ടത് മുഴുവൻ പഠിപ്പിച്ചു തന്നില്ലെങ്കിലും പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ കാര്യം രക്ഷപ്പെടും, അല്ലേ? നോക്കൂ, ഇവിടെ ഈ ഉപവാസത്തിന് കർത്താവ് പറയുകയാണ്, മണവാളൻ കൂടെയുള്ള സമയത്ത് തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ ആവശ്യമില്ല. മണവാളൻ വിട്ടുപിരിയുന്ന നാള് ചിലരെ സംബന്ധിച്ചിടത്തോളം ഉപവാസമേ ഇല്ല. പെന്തക്കോസ്ത് ദൈവമക്കളുടെ ഇടയിൽ അവരെ സംബന്ധിച്ച് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹാബുദ്ധിമുട്ടുള്ള സാധനമാണ്. അവരുടെ ദൈവം ഓക്കെ, അവർക്ക് ഉപവസിക്കാനേ താല്പര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഉപവസിച്ചില്ലെങ്കിലും കർത്താവിന് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന വിധത്തിൽ അവരിയ്ക്കാറുണ്ട്. ഒരാളോട് ചോദിച്ചപ്പോൾ അയാളൊരു ന്യായം പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാൾ പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. അങ്ങനെയാണെങ്കിൽ മണവാളൻ കൂടെയുള്ളപ്പോൾ എത്ര ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ആ പുള്ളിയന് മറുപടി കണ്ടെത്തി. തിന്നാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് ചെയ്യുന്ന ചില നൊടുക്കു വിദ്യകളാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ഉപവാസങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. മോശയുടെ 40 ദിവസം, ഏലിയാവിൻ്റെ 40 ദിവസം, യേശു 40 ദിവസം. ഇതൊക്കെ പഴയ നിയമ കാലഘട്ടത്തിൽ നടന്ന ഉപവാസങ്ങളുടെ ദീർഘ ദിവസങ്ങളാണ്. ഇനി അതുകൂടാതെ തന്നെ എസ്രാ ശാസ്ത്രി, അല്ലേ, എസ്രാ ഒരു സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയും ദൈവാലോചനയ്ക്ക് വേണ്ടിയുമൊക്കെ ഉപവസിച്ചത് നാം കാണുന്നുണ്ട്. അതുപോലെ യഹോശാഫാത്ത് ഒരു യുദ്ധം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഉപവസിച്ചു. ബലവാനും ബലഹീനനും തമ്മിലുണ്ടാകുന്ന പ്രശ്നത്തിന് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു യുദ്ധത്തിൽ ജയം എടുക്കുവാൻ ആ മനുഷ്യൻ ഉപവസിച്ചു. കന്നുകാലി വരെ ഉപവസിച്ച നിനവയും നമുക്ക് മറക്കാനാവില്ല. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരുപാട് ഉപവാസങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രയേൽ
പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന മാസങ്ങളെ കണക്കാക്കിയിട്ട് യോവേലിൻ്റെ പുസ്തകത്തിൽ ചില ഉപവാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാവ് 58 വായിച്ചാൽ അവിടെ നമ്മുടെ ഉപവാസത്തെക്കുറിച്ച് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന വാക്യങ്ങളും നമുക്കറിയാം. ഇതിൽ ഒരു കാര്യം അറിയാം, പല ഉപവാസങ്ങൾക്കും പ്രഖ്യാപിക്കപ്പെടുന്ന ദൈവവചനം ഈ പഴയ നിയമത്തിലെ ഉപവാസങ്ങളാണ്. അവിടെ പഴയ നിയമ കാലഘട്ടത്തിൽ എന്ത് നടന്നോ, എന്തിനു വേണ്ടി ഉപവസിച്ചോ അതിനെ ഇവിടേക്ക് എടുത്തു വെച്ചിട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഡെൻസിറ്റി കൂടിയ പ്രയറിന് വേണ്ടി ഉപവാസത്തെ കൂട്ടിക്കെട്ടുന്ന ഒരനുഭവമായി പുതിയ നിയമസഭയിൽ ചിലരെങ്കിലും ഉപവാസത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവരുടെ ഉപവാസത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ആ വിധത്തിലാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥന ഫലിക്കാതെ വന്നാൽ കട്ടി കൂടിയ ഒരു പരിപാടിയായിട്ട് ഇതിനെ അങ്ങ് വയ്ക്കുന്നു. ഉപവാസ പ്രാർത്ഥന എന്നാണ് പൊതുവെ പറയുന്നത്. ബൈബിൾ അതിനെ ഉപവാസവും പ്രാർത്ഥനയും രണ്ടായിട്ട് തന്നെ പറയുന്നത്. ഓക്കെ, ദാനിയേലിൻ്റെ ഉപവാസമോ അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് എടുത്തു വയ്ക്കാൻ കഴിഞ്ഞെന്നും വരാം. എന്നാൽ കർത്താവ് ഇവിടെ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറയുകയാണ്, ഈ കാലഘട്ടം വരെ ഉപവസിച്ചതുപോലെയല്ല ഇനിയുള്ള ഉപവാസം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ആ വാക്യങ്ങൾ നിങ്ങളൊന്നുകൂടെ വായിച്ചു നോക്കുക. ആദ്യം മുതൽ യോഹന്നാൻ 18 മുതൽ വായിക്കാം. അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടു പിരിയേണ്ടുന്ന കാലം വരും, അന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ശിഷ്യന്മാർ ഇന്നല്ല ഉപവസിക്കുന്നത്, അന്ന് ഉപവസിക്കുന്നത് എന്ന് ഞാൻ അവരെ വിട്ടുപോകുന്ന ഒരു കാലമുണ്ട്. ആ കാലം മുതലാണ് എൻ്റെ ശിഷ്യന്മാരുടെ ഉപവാസം. അതുവരെയുള്ള ഉപവാസവുമായി ഇതിന് ബന്ധമില്ല. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആ പഴയ തുണിക്കഷ്ണത്തോടു കൂടെ ഈ പുതിയ തുണിക്കഷ്ണം കൂട്ടി തയ്ക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നോട് അല്ലേ? താഴെയുള്ള വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്, പഴയ വസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടം വരെയുള്ള ഉപവാസം പോലെ അല്ല പുതിയ നിയമ കാലഘട്ടത്തിൻ്റെ ഉപവാസമെന്ന് കർത്താവ് അതിലൂടെ ഉറപ്പിക്കുന്നു. അതിൽ വ്യത്യസ്തമായ ഒരവസ്ഥയെ എടുത്തു കാണിക്കുന്നു. അപ്പോൾ ആത്മീകന്റെ ഉപവാസത്തിന് പഴയ നിയമ ഉപവാസവുമായി വലിയ ബന്ധമൊന്നും ഇല്ല. ഉപവസിച്ചാൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഉപവസിച്ചപ്പോൾ കിട്ടിയ എല്ലാ നന്മയെന്ന് പറയുന്നത് എന്തോ അത് പുതിയ നിയമത്തിൽ കിട്ടണമെന്നില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുവൻ എതിർത്ത് നിൽക്കില്ലെന്ന് പഴയ നിയമത്തിന് വാഗ്ദത്തമുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ആ വാഗ്ദത്തം കിട്ടിയിട്ടില്ല അല്ലേ? സ്തെഫാനോസിന് കിട്ടിയോ? യേശുവിന് കിട്ടിയോ? പൗലോസിന് കിട്ടിയോ? ആർക്ക് കിട്ടി? അല്ലേ? നിങ്ങൾക്ക് മുമ്പിൽ എതിരായി ഒരുവൻ നിൽക്കില്ലെന്ന വാഗ്ദത്തമൊക്കെ പഴയ നിയമത്തിൽ കിട്ടിയിരുന്നു അല്ലേ? നിങ്ങൾ നോക്കുക, പഴയ നിയമത്തിൽ പറയുന്ന ദേശത്തിൻ്റെ അനുഗ്രഹമോ മാവ് കുഴയ്ക്കുന്ന പാത്രത്തിൻ്റെ അനുഗ്രഹമോ കന്നുകാലിയുടെ പേരും പിറപ്പും അടക്കമുള്ള അനുഗ്രഹങ്ങളോ നമുക്ക് അവിടെ ഇസ്രയേൽ എന്ന യൂണിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത രാജ്യത്തിൽ വെച്ചിരിക്കുന്ന രാജ്യത്തിലെ അനുഗ്രഹങ്ങളോ പുതിയ നിയമത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവരെ കൊന്നിട്ടുണ്ട്, അവർ ആ ദീർഘായുസ് കിട്ടി മരിച്ചവരല്ല പലരും. അവർക്കെതിരെ നിന്ന പ്രശ്നങ്ങൾ അവരെ കൊല്ലുന്നതിനെ യാഗം കഴിക്കുന്നത് പോലെ കരുതിയ അവർ പീഡനങ്ങൾ ഏറ്റെടുത്ത ഒരുപാട് അനുഭവങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അവരൊന്നും ഉപവസിച്ചപ്പോൾ വിടുതൽ കിട്ടിയിട്ടില്ല, അവരൊന്നും പ്രാർത്ഥിച്ച് അതിന്മേൽ ജയമെടുത്തവരല്ല, അവർക്കൊന്നും അത് അവകാശമായിട്ടുണ്ടായിരുന്നില്ല. കാരണം പുതിയ നിയമത്തിലെ ദൈവ പൈതലിന് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അളവ് ഭൂമിയിലെ സകലവിധ സമ്പത്തും കൊണ്ട് നിന്റെ വീട് നിറയ്ക്കാമെന്നല്ല, സ്വർഗത്തിലുള്ള സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിക്കുന്ന പിതാവിനെയാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തിൻ്റെ അവകാശത്തെ പിടിച്ചെടുക്കാമെന്ന് കരുതി ഉപവസിച്ചാൽ ആ പൊളിച്ചത് വീണ്ടും പണിയുന്ന ശപിക്കപ്പെട്ടവനാകുകയല്ലാതെ അതിന് അനുഗ്രഹത്തിൻ്റെ ബന്ധം ഉണ്ടാകുകയില്ല. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്?
നമുക്ക് വേണ്ടി ഇവിടെ ഭൗതികതയുടെ കലവറ തുറന്നു തരേണ്ടതിന് ദൈവസന്നിധിയിൽ പോയിരുന്ന് ദൈവത്തെ മാനസാന്തരപ്പെടാൻ മല്ല് പിടിപ്പിക്കുന്നതല്ല പുതിയ നിയമത്തിന്റെ ഉപവാസം. ഞാൻ പറയുന്നതുമായി നിങ്ങൾക്ക് യോജിക്കുന്നില്ലെങ്കിലും അത് അതേപടി സ്വീകരിക്കണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് പുൾപിറ്റല്ല, ദൈവവചനമാണ്. ആവേശകരമായോ കർണരസമാകുമാറോ വളരെ അവതരണ ഭംഗിയോടോ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ തോന്നുന്ന ആവേശത്തിലല്ല തീരുമാനമെടുക്കേണ്ടത്. വചനം അങ്ങനെയാണെന്ന് ഉറപ്പ് വരുന്നവ മാത്രമേ ഒരു ദൈവ പൈതൽ തീരുമാനമായിട്ട് എടുക്കാവൂ. ഇല്ലെങ്കിൽ അടുത്ത പ്രസംഗകൻ മറ്റൊന്ന് നന്നായി പ്രസംഗിച്ചാൽ അതിൻ്റെ മുകളിൽ തിരുത്തേണ്ടി വരും. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത വചനം വെച്ചൊരു തീരുമാനമെടുത്താൽ ആ വചനത്തിന് മാറ്റം വരാതെ ആ തീരുമാനത്തിന് മാറ്റം വരേണ്ടി വരില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ പുതിയ നിയമ അവകാശം എന്ന് പറയുന്നത് ഇവിടുത്തെ വീടും ഇവിടുത്തെ വണ്ടിയും ഇവിടുത്തെ ജോലിയും ഒന്നുമല്ല. അതൊക്കെ കിട്ടിയെന്ന് വരാം. ബഹുസമ്പന്നനായി എന്നതുകൊണ്ട് ഒരുവൻ മഹാഭാവിയൊന്നും ആകണമെന്നില്ല. അവൻ ഏറെ കണക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ, അല്ലേ? അല്പമേ ഉള്ളൂ എന്നതുകൊണ്ട് അവൻ നാശവും ആകണമെന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ സകലതും നന്നായി, നാളെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടിയാൽ നോക്കാം. ഓക്കെ, ഈ ലോകത്തിലെ സമ്പന്നതയും ഈ ലോകത്തിലെ ദാരിദ്ര്യവുമൊന്നും പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ വെച്ചിട്ട് നമുക്ക് പഴയ നിയമം പോലെ വ്യാഖ്യാനിക്കാവുന്ന ഒന്നല്ല. എക്കാലത്തും ദൈവത്തെ സ്നേഹിച്ച കൂട്ടർ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ മാർഗത്തിലാണ്, വിശ്വാസ മാർഗത്തിൽ. വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ അബ്രഹാം, അല്ലേ? വിശ്വാസത്താൽ മോശ, വിശ്വാസത്താൽ ഏലിയാവ്. എന്നൊക്കെ പറയുമ്പോൾ ഏത് കാലഘട്ടത്തിലും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം ഉപയോഗിക്കുകയും ചെയ്ത ഭക്തന്മാർ അവർ ഏതെങ്കിലും ആ കാലഘട്ടത്തിലെ ഭൗതിക നിലവാരത്തിലെ നിയമങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരല്ല, വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഉലകം കണ്ട കാലം മുതൽ ഇന്ന് വരെ, വിശ്വാസത്തിൻ്റെ മാർഗം. പ്രൈസ് ദി ലോർഡ്. വേറൊരു മാർഗവും ഉലകത്തിൽ വിജയകരമായിട്ടില്ല. ഈ ഒരൊറ്റ മാർഗമേ ബൈബിൾ തെളിയിക്കുന്നുള്ളൂ. എന്ത്? വിശ്വാസത്തിൻ്റെ മാർഗം. ഓക്കെ, അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ അവരുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഭൗതികമായ നന്മകൾ അടങ്ങുന്നവയായിരുന്നു, അല്ലേ? അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നാട്, ഒരു വ്യവസ്ഥിതി, അവിടെ ഉള്ള സുരക്ഷിതത്വം, അവിടുത്തെ കൃഷിയുടെ ശ്രേഷ്ഠത, അവർക്കുള്ള മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ലഭിക്കേണ്ടുന്ന എല്ലാ വിഷയങ്ങളിലും അവർ വളരെ വ്യത്യസ്തമായ ഭൗതിക അനുഗ്രഹമുള്ളവരായിരുന്നു. എവിടെയെങ്കിലും ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പരാജയം കൊണ്ടായിരുന്നു. എവിടെയെങ്കിലും അവർക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രയേലിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്നുള്ള വ്യതിചലനം, അവരുടെ ജീവിതത്തിൻ്റെ അധപ്പതനം, അവർ ദൈവത്തെ വിട്ടുമാറിയ ഏതോ പിന്മാറ്റം, ഇവയിലൂടെയാണ് ഇവർക്ക് ഈ ഭൗതിക നന്മകളോ അവരുടെ അനുഗ്രഹമോ അവർക്ക് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നഷ്ടമാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ആ നഷ്ടത്തിന് വേണ്ടി ഉപവസിക്കാമായിരുന്നു. അപ്പോൾ ഭൗതികമായ നന്മകൾ അവർക്ക് ലഭിക്കുമായിരുന്നു. കാരണം അന്ന് ആ വാഗ്ദത്തങ്ങൾക്ക് വിലയുള്ള കാലമാണ്. ദൈവിക വ്യവസ്ഥിതി അന്ന് അക്കാലത്ത് ആ വിധത്തിൽ നിലനിൽക്കുന്നു എന്നതിനാൽ ആ കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഉണ്ടായിരുന്നു. ആയതിനാൽ ആ കാലഘട്ടത്തിൽ അവർ ഉപവസിച്ചു, ദൈവം ഭൗതിക നന്മകൾ കൊടുത്തു. ആ കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണം വന്ന ഈ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യോഹന്നാൻ അടക്കമുള്ളവരുടെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല? കർത്താവ് പറഞ്ഞു, അതും ഇതും കൂടെ കൂട്ടിക്കെട്ടാനുള്ളതല്ല, ഇതിനൊരു സെപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മറ്റൊരു നിയമത്തിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞു. ഈ നിയമത്തിൻ്റെ കീഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥിതിയും തമ്മിൽ കൂട്ടിക്കടിപ്പിക്കുന്നതല്ല നമ്മുടെ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥിതി. അപ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ആയാലും നമ്മുടെ പ്രെയർ ആയാലും പഴയ നിയമത്തിൻ്റെ കണ്ടിന്യൂറ്റി അല്ല, ഒരുവൻ ക്രിസ്തുവിലായപ്പോൾ കിട്ടിയ പുതിയതാണ് നമ്മുടെ അകത്തുള്ളത്. ദൈവം നമ്മെ വെച്ചിരിക്കുന്നത് പുതു നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ കീഴിലാണ്. അതുകൊണ്ട് സകലതും പുതുതാക്കി തന്ന ഈ പുതിയ വ്യവസ്ഥിതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ പഴയ കാര്യങ്ങളുടെ അവകാശമൊന്നും പറയാനാവില്ല.
കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായി സംസാരിച്ച് അവിടെ ചർച്ച ചെയ്യുന്നപ്പോൾ അവിടെ വാഗ്ദത്തങ്ങൾ അവകാശമാക്കാൻ വേണ്ടി അവർ തത്രപ്പെടുക. വാഗ്ദത്തം എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാം നല്ല കാറൽ മാക്സിൻ്റെ തിയറി പോലത്തെ പരിപാടികളാണ്. ഈ ലോകത്തിലെ സകല സുഖങ്ങളും അവരുടെ ലിസ്റ്റിനകത്തുണ്ട്. ഇതൊക്കെ ദൈവം കൊടുത്ത വാഗ്ദത്തമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, കർത്താവിന് പോലും ഇതില്ലായിരുന്നല്ലോ ഭൂമിയിൽ, എന്നിട്ട് വേണ്ട തരാൻ? അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നോ? അവർക്കും കാണുന്നില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ഓരോരുത്തരും താന്താൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ യേശു ഒലിവുമലയ്ക്ക് പോയി. അവനോടാ പറയുന്നത്, കർത്താവ് എനിക്ക് ടെറസ് വേണം, ഇത് വരച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഓക്കെ, എന്തെങ്കിലും കിട്ടുന്നേ മേടിച്ചോട്ടെ. ഏതായാലും ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ ആത്മീയത എന്ന് പറയുന്നത് പലതും ഭൗതികത കൊണ്ട് ആത്മീയതയുടെ ലേബലൊട്ടിക്കുക. ഇവിടുത്തെ പല സുഖങ്ങളുടെയും നമ്മുടെ മോഹങ്ങൾ ഗർഭം ധരിച്ച് പ്രസവിച്ചു വയ്ക്കുന്ന പാപത്തെ കർത്താവിൻ്റെ ലേബലൊട്ടിച്ച് കിട്ടാൻ അങ്ങോട്ട് ഏൽപ്പിച്ചതാണ് പലതും. സ്വന്തം മോഹങ്ങളെ അങ്ങുയർത്തിയിട്ട് അതിൻ്റെ സ്കെച്ചും പ്ലാനും വെച്ചിട്ട് അതിന് ദൈവത്തിൻ്റെ അക്രഡിറ്റേഷൻ വേണം. അതിനുവേണ്ടി നമ്മൾ ആ താഴെ ഒരു സിഗ്നേച്ചർ ലൈൻ ഇട്ടങ്ങ് മുകളിലേക്ക് കൊടുക്കുക, കർത്താവ് ഒന്ന് ഒപ്പിട്ട് തന്നേക്കാൻ. ഇതാണ് പലതിൻ്റെയും പരിപാടി. ഭൂമിയിൽ ഇതൊന്നും കിട്ടുന്നത് പാപമാണെന്ന് ഞാൻ പറഞ്ഞില്ല. കിട്ടിയേക്കാം, കിട്ടാതിരുന്നേക്കാം. പക്ഷെ ഓരോ കാര്യം ഓർക്കുക, വിലപ്പെട്ടത് നമുക്ക് മനസ്സിലാകാതെ പോയാൽ, യാഥാർത്ഥ്യമായത് നാം വില കുറഞ്ഞതായി കണ്ടാൽ, ഈ ഉലകം മുഴുവൻ നേടിയാലും നമുക്ക് പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ആയുസ്സിൽ നമ്മൾ എത്ര പ്രത്യാശ പറഞ്ഞാലും അതിനുവേണ്ടി ക്രിസ്തുവിനെ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകണമെന്നില്ല. സകല മനുഷ്യരിലും വെച്ച് അരിഷ്ടന്മാരാകുകയുള്ളൂ. എന്നാൽ ആത്മീകനാണെങ്കിൽ അവൻ്റെ വാക്കുപോലെ തന്നെ ആത്മീക വിഷയങ്ങളിൽ അവൻ സമ്പന്നനായിരിക്കണം. തനിക്ക് തന്നെ സമ്പന്നനാകുന്നതിനേക്കാൾ നമുക്ക് ദൈവ വിഷയമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയോജനമായി തീരും. കർത്താവിൻ്റെ ശിഷ്യന്മാർ പഴയ നിയമത്തിൻ്റെ വക്താക്കളായിരുന്നില്ല. അവരെ കർത്താവ് പുതിയ നിയമത്തിൻ്റെ അപ്പോസ്തോലിക അടിസ്ഥാനത്തിലേക്ക് പണിയുകയായിരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടോ? ഇല്ല. ജനറലായ വ്യവസ്ഥയെ ഒന്നായി കാണാം. എന്ത്? ഞാൻ കൊടുത്ത വാഗ്ദത്തങ്ങളിൽ നിന്ന് ഇവർ വ്യതിചലിച്ച് നഷ്ടം ഭവിച്ചാൽ ഇവർ മടങ്ങി വരുമെങ്കിൽ ഞാൻ വാക്ക് പാലിക്കാം. അതാണ് പഴയ നിയമത്തിലും കാണുന്നത്, പുതിയ നിയമത്തിലും അത് തന്നെയാണ്. എന്താ? പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പഴയ നിയമത്തിൻ്റെ വാഗ്ദത്തമല്ല പുതിയ നിയമത്തിൻ്റെ വാഗ്ദത്തം. അതുകൊണ്ട് ഇവിടുത്തെ ആത്മിക വിഷയങ്ങൾക്ക് ക്ഷീണം, മൂല്യച്യുതി സംഭവിച്ചാൽ, നമുക്കതുകൊണ്ട് നഷ്ടം ഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ദൈവ പൈതലിന് എന്ത് ചെയ്യാം? ഉപവസിക്കാം. കാരണം അവിടെ വാഗ്ദത്തം നമുക്കുണ്ട്. എന്ത്? സ്വർഗത്തിലുള്ള സകലവിധ ആത്മിക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് നാഥൻ എന്നതിനാൽ നമുക്ക് ആത്മിക ക്ഷീണം സംഭവിക്കുന്നിടത്ത് ഉപവസിക്കേണ്ടുന്ന ആവശ്യകതയെ തിരിച്ചറിയണം. അല്ലാതെ ഡെൻസിറ്റി കൂട്ടുന്ന പ്രാർത്ഥനയിൽ ദൈവത്തെ മാനസാന്തരപ്പെടുത്താൻ നടത്തുന്ന യജ്ഞമാകരുത് ഒരു ദൈവ പൈതലിൻ്റെ പട്ടിണി. ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കില്ല, ദൈവത്തിൽ നിന്ന് അകറ്റുന്നുമില്ല. പക്ഷേ ഒരു ദൈവ പൈതൽ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളിൽ നിന്നും ആഹാരത്തിൽ നിന്നും മറ്റു ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വേറിട്ടിരുന്ന് അവനവനെ തന്നെ ശോധന ചെയ്യുവാനും ആത്മീകമായ പണിപ്പുരയിൽ ഒരു വർക്ക്ഷോപ്പ് പോലെ കണ്ട് അതിൽ തിരുത്തപ്പെടുവാനുമായി ദിവസങ്ങൾ വേറിട്ട് ഉപവസിക്കാൻ തയ്യാറാകേണ്ടതിന് പകരം വന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കേണ്ടതിന് ദൈവത്തെ പിടിച്ചു വച്ച് പ്രവർത്തിപ്പിക്കാൻ നോക്കിയാൽ അത് തികഞ്ഞ അബദ്ധമായി തീരും. അത് ദൈവമക്കൾക്ക് ഭൂഷണമല്ല. പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പണികൾക്ക് വേണ്ടി ദൈവം തന്ന വിലപ്പെട്ടൊരു ശുശ്രൂഷയാണ് നമ്മുടെ ഉപവാസം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് വീഞ്ഞ് ഒഴിച്ചു വെക്കാൻ അറിയാം. എന്തിനകത്ത്? ലെതർ കൊണ്ടുള്ള ഈ തുരുത്തിക്കകത്ത്. ഈ ലെതറിൻ്റെ തുരുത്തിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. അത് അതിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന സാധനം. നമ്മളൊക്കെ പണ്ട്, നിങ്ങൾക്കൊക്കെ ഇവിടെ പ്രായമായവർക്ക് അറിയാമായിരിക്കും, കേരളത്തിലൊക്കെ പണ്ട് പാള കുത്തിയിട്ട് ഉമി നിറയ്ക്കുന്നത് പോലെ അത് വികസിക്കും. ഓക്കെ, ഇതുപോലെ തുരുത്തി വികസിച്ച് വരുന്ന ഒന്നാണ്. അതൊരിക്കൽ വികസിച്ച് അങ്ങ് ഉണങ്ങിയാൽ പിന്നെ അത് വികസിക്കുകയില്ല, അതിന് പറ്റുകയില്ല. കാരണം വികസിക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യും? സ്റ്റിഫായി സാധനം പൊട്ടിപ്പോ. വീഞ്ഞും അതിൽ തന്നെ എന്ത് ചെയ്യുന്ന സാധനമാണ്? വികസിക്കുന്ന സാധനം.
അപ്പോൾ പുതിയ വീഞ്ഞാണെങ്കിൽ എന്തിനകത്തെ ഒഴിക്കാൻ പറ്റൂ? പുതിയ തുരുത്തിയിലേ ഒഴിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? പുതിയ തുരുത്തിക്കകത്തോട്ട് വീഞ്ഞൊഴിച്ചാൽ വീഞ്ഞ് തള്ളുന്നതനുസരിച്ച് വികസിച്ച് കൊടുക്കും. ആര്? ഈ തുരുത്തി. കാരണം അതിന് ലെതറിൻ്റെ ആദ്യത്തെ അനുഭവം ഉള്ളതല്ലേ. ഇതും എന്താ? പുതിയ വീഞ്ഞുമാണ്. അപ്പോൾ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിലേക്ക് ഒഴിക്കരുത്, പുതിയ തുരുത്തിയിലേ പറ്റൂ. കാരണം അതിലൊഴിച്ചാൽ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കും, ഇതകത്ത് എക്സ്പാൻഡ് ആകും. അപ്പോൾ ഇത് സുരക്ഷിതമായിരിക്കും. ഒരിക്കൽ ഉപയോഗിച്ച് ഉണങ്ങിയ തുരുത്തിയെടുത്ത് അടുത്ത പ്രാവശ്യം ടൈറ്റ് ചെയ്ത് കുറേ പുതിയ വീഞ്ഞങ്ങ് ഒഴിച്ചാലോ, അകത്തെ വീഞ്ഞ് തള്ളും, പുറത്തെ തുരുത്തി തള്ളുകയില്ല. എന്ത് സംഭവിക്കും? പൊട്ടും. പൊട്ടിയാൽ വീഞ്ഞ് മുഴുവൻ പുറത്തു. അതാ കർത്താവ് പറയുന്നത്. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ഒഴിച്ചാൽ ഇതിനകത്ത് പരമാവധി വികസിച്ച ഒരു തുരുത്തിയായത്. ഇനി അതിനൊഴിച്ച് വികസിപ്പിക്കാൻ അത് മോശ കുത്തിക്കെട്ടിയ കാലം മുതൽ ഇന്ന് വരെ അതിൻ്റെ പരമാവധി വികസിച്ച് ഉണങ്ങിയതാണ്. അതിനകത്തോട്ട് പുതിയ നിയമത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒഴിച്ചു വെക്കാൻ പറ്റില്ല. കാരണം അത് വികസിച്ച ഇത് പൊളിയുമെന്ന് പറഞ്ഞു. അതതിൻ്റെ പരമാവധിയിലെത്തി നിൽക്കുക. അതുകൊണ്ട് ഇനി അതിനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലങ്ങ് ഒഴിക്കും. അപ്പം എന്ത് ചെയ്യും? ഇവൻ നന്നാകുന്നതനുസരിച്ച് വാഗ്ദത്വം പ്രാപിച്ചോളും അല്ലേ? ഇവൻ വികസിക്കുന്നതനുസരിച്ച്, ഇവൻ നന്നാകുന്നതനുസരിച്ച് ആത്മീയതയും അതിനകത്ത് പ്രാപിക്കും. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഉപവാസം ആമേൻ ഈ ശത്രു സംഹാരത്തിനല്ല, വഴിയാത്രയുടെ സുരക്ഷിതത്വത്തിനല്ല, വട്ടമിട്ട് നീളമിട്ട് ചുറ്റിക്കെട്ടുന്നവനെ ശാസിക്കാനല്ല, പിന്നെ എന്തിനുള്ളതാ? അവനവൻ നന്നാകാനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അതിന് തയ്യാറല്ലെങ്കിൽ മറ്റു പലതിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തെ പണിയുവാനായി ദൈവം തന്നതാണ് ഇത് എന്ന് നാം തിരിച്ചറിയുക. നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിൽ പല ഉപവാസമല്ലേ? അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അവിടെ കാണുന്ന 13-ാം അധ്യായത്തിൽ ഉപവസിക്കുന്ന കാണുന്നുണ്ട് അല്ലേ? 13-1 മുതൽ വായിച്ചു നോക്കിയ വേഗത്തിൽ വേണേ. ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 1 onwards. പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. മതി. 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ സഭയിൽ മൂപ്പന്മാരാക്കി വെച്ചതും ചരിത്രങ്ങളൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. എല്ലാം വിശദീകരിപ്പാൻ ഇന്ന് രാത്രി ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വിഷയം സംബന്ധിച്ച് നമുക്കൊരു ബോധ്യം വന്നാൽ ബാക്കി നമുക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ അന്ത്യോക്യയിലെ സഭയിൽ ഉപവാസം നടന്നു. ഈ ഉപവാസത്തിൽ എന്താ സംഭവിച്ചേ? അതുവരെയുള്ള പിശാചിൻ്റെ ബന്ധനം അഴിച്ചോ? ഒന്നുമില്ല. അരയോപക മധ്യേ പോയി നിന്നാലും പൗലോസിന് ബന്ധനമൊന്നും കാണാനില്ലായിരുന്നു. അത് അഴിച്ചിട്ട് അവിടെ സുവിശേഷം പറയാം, ദേശവ്യാപാരം ഉണ്ടെന്നൊന്നും പറയാൻ ആ മനുഷ്യൻ തയ്യാറല്ലായിരുന്നു. പുള്ളിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു വിഷയവും ആയിരുന്നില്ല. കാരണം കർത്താവിൻ്റെ ദാസനായി ശക്തമായ സുവിശേഷത്തിന് അവിശ്വാസികളുടെ കണ്ണ് പോലും കുരുടാക്കി വെച്ചത് തുറക്കാൻ കഴിയുന്ന ശക്തി ഉണ്ടെങ്കിൽ പിന്നെ ഈ ഇരിക്കുന്ന വിഗ്രഹമൊന്നും പുള്ളിക്കൊരു വിഷയമേ ആയിരുന്നില്ല. അതിനെ പേടിച്ചിട്ട് ജീവിക്കാൻ വയ്യ എന്ന അവസ്ഥ വന്നാൽ അങ്ങനെയൊന്നും ആത്മീകൻ ലോകത്ത് നിലനിന്ന് പോവില്ല. ഇവിടെ അന്ത്യോക്യയിൽ അവർ ഉപവസിച്ചു. എന്തിനു വേണ്ടി ഉപവസിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അവർ ഉപവസിച്ചപ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും ബർന്നബാസിനെയൊക്കെ നേരത്തെ വേലയ്ക്ക് വേർതിരിച്ചല്ലേ? ഓൾറെഡി പണ്ടേ വേലയ്ക്ക് വേർതിരിച്ചതാണ് അല്ലേ? പിന്നെ എന്തിനൊരു എക്സ്ട്രാ വേർതിരിക്കൽ? നമ്മുടെ ആൾക്കാർ ഇത് ഓർഡിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കും. അങ്ങനൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലും അതിനെയൊന്നും ഞാൻ എതിർക്കാനും പോകുന്നില്ല. നമ്മുടെ വിഷയം അതല്ല. അവിടെ ഓർഡിനേഷൻ പരിപാടിയൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അവിടെ ഒരു കാര്യം കണ്ടത് എന്താണെന്നറിയാമോ? ഈ പൗലോസിനെയും ബർന്നബാസിനെയൊക്കെ, പൗലോസിനെ എന്തിനാ കർത്താവ് വിളിച്ചേ? പൗലോസിനെ വിളിക്കുമ്പോൾ ജാതികളുടെ ഇടയിലെ അപ്പോസ്തലനായിട്ടാണ് വിളിച്ചത് അല്ലേ? ഈ 13-ാം അധ്യായത്തിൻ്റെ ആരംഭം വരെ നിങ്ങൾ നോക്ക്. ഈ പൗലോസ് എവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ? യഹൂദന്മാരുടെ സിനഗോഗിനകത്ത്. ജാതികളുടെ ഇടയിലേക്ക് പുള്ളിയെ കിട്ടുന്നേ ഇല്ല. എല്ലായിടത്തും പൗലോസ് എവിടെയേ ഉള്ളൂ? യഹൂദ ജനതയുടെ ഇടയിൽ മാത്രമാണ് പൗലോസിനെ കാണുന്നത്. അപ്പോൾ വഴി ബ്ലോക്കായി നിൽക്കുന്ന
ഈ ദൈവദാസനെ യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു വിടേണ്ടതിന് അന്ത്യോക്യയിൽ ഉപവാസം കാരണമായി. എന്നിട്ട് ഉപവാസത്തിൽ ഇങ്ങനെ പറയുന്നത്, അവരെ ഞാൻ വിളിച്ച വേലയ്ക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു. അല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? അല്ല, വാക്യമുണ്ട് അതിന് മുന്നോട്ട് പോയി. ശൗലിനെയും ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു. സിനഗോഗിലേക്കല്ല, പിന്നെ എങ്ങോട്ട് വിടണം? ഞാൻ അവരെ ഏത് ഡ്യൂട്ടിക്കാണോ വിളിച്ചത് ആ ഡ്യൂട്ടിക്ക് അവരെ പറഞ്ഞു വിടണം. അപ്പോൾ ഉപവാസം കൊണ്ട് അവിടെ ഉണ്ടായത് എന്താ? അവരുടെ തെറ്റ് തിരുത്തപ്പെടുകയാണ് ചെയ്തത്. അല്ലേ? അവരെ കറക്റ്റ് ചെയ്യപ്പെടുകയെന്ന്. അപ്പോൾ ഇനി അടുത്തത്, ശുശ്രൂഷകർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് വളരെ വ്യക്തമായ തീരുമാനത്തോടെ മൂപ്പന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ വിടുതലിന് വേണ്ടി 3 ദിവസം ഇരിക്കാം, 7 ദിവസം ഇരിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് 40ൻ്റെ വലിയ പരിപാടി നടത്തുന്ന യജ്ഞമുണ്ട് എന്നൊക്കെ പറയുന്ന പരിപാടികൾ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയിലുണ്ടോ? സഭ ഉപവാസം പ്രഖ്യാപിക്കണം, ഉപവസിക്കുന്നവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, ഒരു തെറ്റുമില്ല. വ്യക്തികൾ ഉപവസിക്കണം. ഏതൊരു പുതിയ നിയമ ആത്മീക അനുഭവങ്ങൾക്കും വ്യക്തിപരമായി അത് തുടങ്ങുന്നില്ലെങ്കിൽ സഭാപരമായി അത് ചെയ്യുന്നത് അവൻ അരോചകമായിരിക്കും. പേഴ്സണൽ പ്രയർ ഇല്ലാത്തവന് സഭയുടെ പ്രാർത്ഥന ഒരു ശല്യമാണ്. പേഴ്സണൽ വചനധ്യാനം ഇല്ലാത്തവന് സഭയുടെ പ്രസംഗം ഒരു ശല്യമാണ്. പേഴ്സണൽ ഫാസ്റ്റിംഗ് ഇല്ലാത്തവന് സഭയുടെ ഫാസ്റ്റിംഗ് ഒരു ശല്യമാണ്. ആത്മീകന്റെ ഏതൊരു ശുശ്രൂഷയുടെയും അനുഭവങ്ങളുടെയും ചെറിയ യൂണിറ്റ് അവനവനിൽ തന്നെ തുടങ്ങാതെ പൊതുവിലുള്ള ആരവാരത്തിൽ ബഹളം വെക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത് സത്യത്തിന്റെ അനുഭവത്തിൽ നിൽക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. സമയം നമ്മുടെ മുമ്പിൽ വേഗത്തിൽ കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ക്രോഡീകരിക്കട്ടെ. ഒരു ദൈവ പൈതൽ ഓർക്കുക, നമ്മുടെ വാഗ്ദത്തം എവിടെ നഷ്ടമാകുന്നതെന്ന് നാം തിരിച്ചറിയണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബൈയിൽ ഒരു വിസിറ്റിങ്ങിന്, ചർച്ച് മീറ്റിങ്ങിനൊന്നുമല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയതാണ്. അവിടെ മസ്കറ്റിലുണ്ടായിരുന്ന കാലത്ത് ഡ്രൈവ് ചെയ്ത് അതുവഴി പോയതാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ക് യാർഡ് കാണിച്ചു തന്നു. അവിടെ ജോലിയുള്ള ഒരാളുണ്ട്. അകത്തൊന്നും കയറിയില്ല ഒരുപാട്. അകത്ത് കയറിയപ്പോൾ അവിടെ ഒരു നീല കപ്പൽ കിടക്കുന്നുണ്ട്, നല്ല ഷിപ്പാണ്, വലുത്. ഞാനതിൻ്റെ ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ട് കാണും. നല്ല നീല കളറ്, ഇടയ്ക്ക് നല്ല സ്ട്രൈപ്സൊക്കെ വരച്ച് ഏതോ ഒരു കപ്പൽ, എന്തോ ഒരു പേര്, ഏതോ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. പിന്നീട് അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോയും പോയി. ഞാൻ ആ കപ്പലിനെ കണ്ടു, സന്തോഷത്തോടെ പോയി. 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ വേറൊരു കപ്പൽ കണ്ടു. മുകൾ ഭാഗത്ത് നല്ല കളറുണ്ട്, താഴെ മുഴുവൻ തുരുമ്പും ചെളിയും. കണ്ടാൽ തോന്നുന്നു, ഫോട്ടോ പോലും എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു, അന്ന് കണ്ട സാധനം തന്നെയാണ് അതെന്ന് പറഞ്ഞു. അന്ന് ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയതാ, മുതൽ തന്നെയാണ് ആ കിടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെടി വെച്ചിരിക്കുന്നത് ഡ്രൈ ഡോക്കി കയറ്റിയിട്ടിരിക്കുക. ഡ്രൈ ഡോക്കി കയറ്റിയിട്ട് അപ്പുറത്ത് ഷട്ടർ ഇട്ട് വെള്ളം മുഴുവൻ വലിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഫോട്ടോ എടുത്ത എൻ്റെ ക്യാമറ പോലും സെപ്റ്റിക്കാവും തോന്നുന്നു, അതുപോലെ തുരുമ്പുണ്ട്. അതുപോലൊരു മുതൽ കണ്ടാൽ അടുത്ത് ചെല്ലാനോ തൊടാനോ തോന്നാത്തൊരു സാധനം. ഇതെങ്ങനെ ഇങ്ങനെ ആയെന്ന് ഞാൻ ചോദിച്ചാൽ പുള്ളിയോട്. പുള്ളി പറഞ്ഞു, ഇതിങ്ങനെ ആയതല്ല, നേരത്തെ ഇങ്ങനെ ആയിരുന്നു. വെള്ളത്തിനടിയിലുള്ള ഭാഗമായതുകൊണ്ട് ആരും കണ്ടില്ല. ഇതാ പോക്ക് പോയായിരുന്നെങ്കിൽ അധിക നാൾ പോകില്ല. പക്ഷെ ഇവിടെ കയറ്റിയിട്ട് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊന്ന് മാറ്റി, ഈ ആഹാരം വെടിഞ്ഞ് ഈ പരിപാടികളിൽ നിന്ന് അകറ്റി ഒന്ന് സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഇപ്പം മനസ്സിലായി മറഞ്ഞിരിക്കുന്ന ഒരുപാട് അശുദ്ധികൾ. മനസ്സിലാവുന്നുണ്ടേ പറഞ്ഞത്? അപ്പോൾ ഒന്ന് ഉത്തരവാദിത്തങ്ങൾ മാറ്റിയിട്ടപ്പോഴാണ്, ഡ്രൈഡോക്കി കയറ്റിയിട്ടപ്പോഴാണ് മനസ്സിലായത്, ഈ പുറമേ കാണുന്നതൊന്നുമല്ല, ഞാനാകുന്ന വിധത്തിൽ വേറെയും ഉണ്ട്. എന്നെ ഞാൻ അറിയുന്നത് പോലെ എൻ്റെ ദൈവം അറിയുന്നു എന്ന് എനിക്ക് ബോധ്യമാകുമാറ് കണ്ണാടിയിൽ സ്വാഭാവിക മുഖം കാണേണ്ടതിന് ആഹാരം തിരുവചനമാക്കി മാറ്റി അവൻ്റെ സത്യവചനത്തിൻ്റെ മുമ്പിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഞാനൊന്ന് വേറിട്ടിരിക്കാൻ തയ്യാറായപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ജീവനുള്ള വചനം കടന്നു ചെന്നിട്ട് പറഞ്ഞു, രാജു, ഇത് പോരാ, കുറച്ചുകൂടെ നന്നാകാനുണ്ട്. ഇത് റിപ്പയർ ചെയ്തില്ലെങ്കിൽ അധികകാലം മുന്നോട്ട് പോവില്ല. ഇതിന് നീ പണിയെടുക്കേണ്ടതുണ്ട്. നിന്റെ ഈ പുറമേ കാണിക്കുന്നതിന്
പുറത്തുള്ളതിനേക്കാൾ അകത്തളത്തിൽ റിപ്പയർ ആവശ്യമുള്ളത് കൊണ്ട് നീ ഒന്ന് വേറിട്ടിരിക്കണമെന്ന് എന്നോട് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഉപവാസത്തിന്റെ പ്രസക്തി എവിടെ. പ്രൈസ് ദി ലോർഡ്. എത്ര നാളായി ഉപവസിച്ചിട്ട്? പിലാത്തോസ് പറഞ്ഞ പോലെ ആരവാരം അധികമാകുന്നതല്ലാതെ വല്ലതും സംഭവിക്കുന്നുണ്ടോ? ബഹളം വയ്ക്കാനല്ലല്ലോ പെന്തക്കോസ്തി വന്നത്, ആണോ? ജീവിക്കാനല്ലേ? ഇല്ല, പിന്നെ എന്തിനാ ഇതിനാവശ്യം? ഹല്ലേലൂയ. അകത്തളത്തിലെ ചിന്താമണ്ഡലം തുടങ്ങി അല്ലേ? മോഹം ഗർഭം ധരിക്കുന്ന വിധത്തിലേക്ക് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായുള്ളത് ചിന്തിക്കുന്ന ആദ്യത്തെ മുകളം തുടങ്ങി. റിപ്പയറിൻ്റെ പണിപ്പുര ആവശ്യമുള്ളപ്പോൾ പുറമേ കാണാത്ത ഒരുപാട് അകത്തളത്തിൽ വെച്ചുകൊണ്ട് സഭയിൽ ആത്മീകനാകാം, ശുശ്രൂഷകനാകാം, അതിഥി പ്രസംഗിയാകാം. പക്ഷേ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അവനുമായിട്ടാണ് കാര്യമുള്ളത്. നമ്മൾ അവിടെയാണ് കണക്ക് കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഉപവസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മാനസാന്തരപ്പെടുത്താനല്ല, നമ്മൾ മാനസാന്തരപ്പെടാൻ. ഹല്ലേലൂയ. നമ്മുടെ തെറ്റുകൊണ്ട് ദൈവം തടഞ്ഞു വെച്ചതെന്തോ അത് നമ്മുടെ മാനസാന്തരം കൊണ്ട് അവൻ മടക്കി തന്നേക്കാം. പക്ഷേ അത് കിട്ടാൻ വേണ്ടിയല്ല നമ്മളിത് ചെയ്യുന്നത്, നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ വീഞ്ഞ് അവൻ ഈ പുതിയ തുരുത്തിയിലേക്ക് പകർന്നു തരും. ഈ തുരുത്തിയുടെ റിപ്പയർ ഒന്ന് നടത്തി വെച്ച് നോക്ക്. ആ പഴയതിനെ മാറ്റി വെച്ചിട്ട് ആ പുതിയതിലേക്ക് നമ്മളൊന്ന് അടുത്ത് ചെന്ന് നോക്ക്. നമ്മുടെ നാഥൻ നമ്മെ കരുതാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഡ്രൈഡോക്കിലേക്കൊന്ന് കയറ്റിയിട്ടിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അല്ലേ? കൊരിന്ത്യ ലേഖനത്തിലൊക്കെ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ അവിടെ പൗലോസ് പറയുന്നുണ്ട്, വായിക്കണ്ട, അതറിയാവുന്ന വാക്യം, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടെ അല്ലാതെ. ആ വാക്യമൊക്കെ ഇംഗ്ലീഷിൽ KJVയിലൊക്കെ ഒന്ന് വായിക്കുന്നതല്ല. ഫാസ്റ്റിംഗ് പ്രയറിൽ കുടുംബസ്ഥർ എടുക്കേണ്ടുന്ന സെപ്പറേഷനെ വരെ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് അത്രയും പറഞ്ഞ ഭാഗം വിടുകയാണ്. നോക്കൂ, ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കില്ല, അകറ്റുകയില്ല. പക്ഷെ ഓർക്കുക, എല്ലാം വിട്ടൊന്ന് മാറിയിട്ടിരിക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മെ പണിയും. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മെ കൂട്ടാളിയാകും. അവനോട് നമ്മളെ അനുരൂപപ്പെടുത്തിയിട്ട് നമ്മെ ആത്മീക വേഷത്തിൽ ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഭക്തിയുടെ വേഷം ധരിക്കാനല്ല, അതിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ അവിടേക്ക് നാം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ഒരു അനുഗ്രഹീത അനുഭവമായി മാറും. ഹല്ലേലൂയ. അതിനെത്ര ദിവസം അത് നമുക്കറിയില്ല, പക്ഷേ അവനവൻ അതിന് തീരുമാനിക്കാൻ കഴിയും. നേർന്നു പോയത് കൊണ്ട് 7 ദിവസം വലിച്ചെത്തിക്കാനല്ല, അവനവനിൽ ബോധ്യമുള്ളത് ചെയ്യാൻ. ഒരു ദിവസമേ പറ്റുള്ളൂ, അത് ചെയ്യണം. സമയമില്ലെന്നൊക്കെ നമ്മൾ പറയും. ഇന്ത്യൻ പ്രസിഡൻറ്റ് നമുക്കൊക്കെ ഒരു ദിവസം 24 മണിക്കൂർ തന്നെ ഉള്ളൂ. നമ്മൾ കണ്ടെത്താൻ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ തയ്യാറാവണം. ദിവസങ്ങളിൽ തിരക്കിട്ട ജോലിയും പ്രശ്നങ്ങളുമാണോ? നമ്മൾ കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് ഉപവസിക്കാൻ താല്പര്യമുണ്ട്. ആത്മാർത്ഥമായി നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം ഉള്ള വഴി ഉണ്ടാക്കി തരില്ലേ? നിശ്ചയമായി തരും. നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമല്ലേ? അവൻ തൻ്റെ മക്കളെ അനാഥരായി വിടുന്ന ദൈവമാണോ? അല്ല. ദൈവം നമ്മെ കരുതുന്ന നാഥനാണ്. അതുകൊണ്ട് നമുക്ക് നിശ്ചയമായും നമ്മെ തന്നെ ഒന്ന് കണ്ട് ഉണരുവാൻ, നമ്മെ തന്നെ ആ വർക്ക്ഷോപ്പിലൊന്ന് വയ്ക്കുവാൻ, ആ ഡ്രൈഡോക്കിലേക്ക് കയറ്റിയിട്ടിട്ട് ഉത്തരവാദിത്തങ്ങളെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഒന്ന് ദൈവസനിൽ വേറിട്ടിരിപ്പാൻ നമ്മൾ തയ്യാറായാൽ അവനോട് കൂടെ വസിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. അവനോട് കൂടെ ജീവിക്കുന്നത് നമ്മുടെ ആത്മീയതയുടെ പണിപ്പുരയിൽ നമ്മെ ഒന്നുകൂടെ നന്നാക്കാനിടയായി തീരും. രക്ഷിക്കപ്പെട്ടിട്ട് നാളുകൾ പലതായി കാണും, പക്ഷേ രൂപാന്തരമില്ലാത്ത ജീവിതമാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് ഒരു ഉപവാസം ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പലവട്ടം തീരുമാനമെടുത്തിട്ടും പാപസ്വഭാവത്തിന് വ്യത്യാസമില്ലാതെ വണ്ണം ജയിക്കാൻ കഴിയാത്ത ബലഹീനതയിൽ തുടരുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ബലവാനാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നാളുകളായി ഉപവസിപ്പാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തെ പണിതിട്ട് നമ്മെ അതിന് ജയിപ്പാനുള്ള പ്രാപ്തി തന്ന് നമ്മെ ഒന്നുകൂടെ ഉണർത്തിയെടുക്കുവാൻ നമ്മുടെ നാഥന് കഴിയും. അവനത് ചെയ്യുന്നുണ്ട്. അനേക ഭക്തന്മാരത് അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കും അത് പറ്റില്ല? പ്രൈസ് ദി ലോർഡ്. നമുക്കും അത് കഴിയില്ലേ? നിശ്ചയമായും കഴിയും. കാരണം നമുക്കും അവർക്കും ഒരു നാഥനേ ഉള്ളൂ. നമുക്കും അവർക്കും ഒരേ കർത്താവേ ഉള്ളൂ. യേശു മതി. പ്രൈസ് ദി ലോർഡ്.
ദയനീയതയുടെ ചരിത്രം പറയാനല്ല കർത്താവിനെ സേവിക്കുന്നത്. ഇല്ലേ, ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, എല്ലാവർക്കും എൻ്റെ ചേട്ടൻ അവിടെ അത് വണ്ടിയുണ്ട്, ചെണ്ടയുണ്ട്, ഒരുപാട് സാധനമുണ്ട്, എനിക്ക് ഈ കർത്താവ് മാത്രമേ ഉള്ളൂ, ഈ ഒന്നിനും കൊള്ളാത്ത സാധനമേ, ബാക്കി എല്ലാവർക്കും നല്ലതുണ്ട്, എനിക്കെന്തുണ്ട് ഈ പാവ ഏഴാം കൂലി, ഇത് മാത്രമാണ് എനിക്കുള്ളതെന്ന്. ഗതികേടിൻ്റെ സാധനമൊന്നുമല്ല കർത്താവ്. അബദ്ധത്തിൽ പെട്ടിട്ട് പെട്ടുപോയ അനുഭവത്തിൽ അതിനകത്ത് കിടക്കാനാണോ നമ്മളെ വിളിച്ചത്? അല്ല. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവ് ജീവൻ വെച്ചപ്പോഴാണ് അവന് മനസ്സിലായത്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് നമ്മുടെ വിലയറിയാം, നമ്മൾ ആരാണെന്ന്. അതുവരെ വഴി കിടന്നവനും ഷാപ്പിൽ കിടന്നവനും ഒക്കെ ഇന്ന് അവൻ്റെ വില മനസ്സിലായി. എന്തുകൊണ്ടാണ്? അവൻ്റെ ഉള്ളിലെ ആത്മാവ് ജീവിച്ചുകൊണ്ടാണ്. നമുക്കറിയാം മുഴു ലോകത്തേക്കാൾ ഇന്ന് അതിന് വിലയുണ്ടെന്ന്. അത് അന്നുണ്ടായിരുന്നു, പക്ഷേ അറിയില്ലായിരുന്നു, അല്ലേ? നമുക്ക് നമ്മുടെ വില മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴാണ് ആത്മാവ് മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവ്. കൊരിന്ത്യലേഖനം 2-ാം അധ്യായം പിന്നീട് വായിച്ചാൽ മതി. ഓക്കെ, ആ അധ്യായത്തിൽ നാം പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ വില മനസ്സിലായത്. അതുകൊണ്ട് കർത്താവ് എന്നതൊരു നിസ്സാരനല്ല, അവൻ സർവശക്തനാണ്. നമുക്കത് മതി. ആസഫിനെ പോലെ പറയാൻ കഴിയണം, എന്ത്? ഭൂമിയിലും നിന്നെ അല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിലും എനിക്ക് നീ മതി, വേറെന്തിനാ? വേറെ ഒന്നുമില്ലെങ്കിലും എന്ത് വേണം? എൻ്റെ കർത്താവ് വേണം. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവസ്ഥാനത്തിൽ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് തന്ന ഈ വിലപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന് അതിൻ്റെ പണി നടക്കട്ടെ, അതിൻ്റെ റിപ്പയറിങ് നടക്കട്ടെ, അതിൻ്റെ രൂപാന്തരം നടക്കട്ടെ. നമുക്ക് ഈ തിരക്കുകളിൽ നിന്ന് വേറിട്ടിരിപ്പാൻ ദൈവം ഒരു അവസരം തന്നാൽ, ഹല്ലേലൂയ, കർത്താവേ ഞാനതിന് തയ്യാറാണ് എന്ന് പറയാൻ എത്ര ദൈവമക്കൾ കഴിയും? ഹല്ലേലൂയ. എന്നെന്ന് നമുക്കറിയില്ലായിരിക്കാം. സാഹചര്യം ദൈവം ഒരുക്കട്ടെ, നമ്മളതിനുള്ള താല്പര്യം ഉണ്ടാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പുറമേ കാണുന്ന മനോഹര ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിനകത്ത് റിപ്പയർ ആവശ്യമുള്ള മണ്ഡലം നമുക്ക് തിരിച്ചറിയേണ്ടതിന് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വേറിട്ടിരിപ്പാൻ കഴിയട്ടെ. ഹല്ലേലൂയ. കപ്പൽ എത്ര ഭംഗിയുള്ളതെന്ന് ഞാൻ പറഞ്ഞ സമയങ്ങളുണ്ടെന്നാൽ അതിൻ്റെ അവസ്ഥയിൽ അതിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അതിൻ്റെ ഭംഗി അധികകാലം നിലനിൽക്കില്ലായിരുന്നു. ഈ യാത്രയിൽ മുന്നോട്ടധികം നീങ്ങിയിരുന്നെങ്കിൽ അതെവിടെയോ തകർന്നു പോയേനെ. പ്രൈസ് ദി ലോർഡ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ഹല്ലേലൂയ. തകർന്നു പോകാതിരിക്കുന്നതിൻ്റെ മഹാകരുണയാണ്. പ്രൈസ് ദി ലോർഡ്. വേഷങ്ങളും ഭാവങ്ങളും കൊണ്ട് എക്കാലവും മുന്നോട്ട് പോകാനാവില്ല. യാഥാർത്ഥ്യത്തിലേക്ക് നാം വന്നേ മതിയാകും. ലോകം അതിൻ്റെ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വൃത്തികേടുകൾ ലോകത്തിൽ രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന മണ്ഡലങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഒരുപാട് ജീവിതത്തിൽ അധപ്പതിക്കാൻ കഴിയുന്നതും പുറത്താരും കാണാൻ കഴിയാത്തതുമായ ഒരുപാട് അവസ്ഥകൾ ഇന്ന് നമുക്ക് സുലഭമാണ്. എന്നാൽ ഓർക്കുക, നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്ന ഒരു നാഥനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വരെ തകർന്നു പോകാതെ നമ്മെ നിലനിർത്തിയ നാഥന്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിച്ചു കൊണ്ട് പറയാം, നാഥ എന്നെ ഒന്ന് പണിയണമേ. കുശവൻ മണ്ണ് കൊണ്ട് പണിയുന്നത് പോലെ എന്നെ ഒന്ന് പണിതിട്ട് ഈ നാളുകളായിട്ട് അവിടുത്തെ പുതിയ വീഞ്ഞ് ഈ പുതിയ തുരുത്തിയിലേക്ക് ഒന്ന് പകർന്നു തന്ന് എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ നാഥ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവ് തരുന്ന വേളകൾ ഞങ്ങളെ ആത്മിക വർധനവിനായി ഉപയോഗിപ്പാൻ, അത് പണിയപ്പെടുവാൻ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. നിന്റെ ആലോചന കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. സ്വർഗത്തിലുള്ള സകലവിധ ആത്മിക അനുഗ്രഹങ്ങൾക്കും അവകാശികളാകുവാൻ ക്രിസ്തുവിൽ കൂട്ടവകാശം തന്ന നാഥ, അത് പ്രാപിപ്പാൻ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ അധപ്പതനങ്ങളെ തിരിച്ചറിയേണ്ടതിന് ഒരു പണിശാലയിൽ വേറിട്ടിരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. സകല ബുദ്ധിയെയും കവിയുന്ന ത്രിയേക ദൈവത്തിന്റെ സമാധാനവും സാന്നിധ്യവും അനുഗ്രഹവും നാം എല്ലാവരോടും കർത്താവിന്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.